സ്വപ്നം കാണരുത്. സ്വപ്നം സ്വപ്നങ്ങളെല്ലായ്പ്പോഴും സത്യമാണോന്നില്ല. എന്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. എന്താ നിന്റെ സ്വപ്നങ്ങൾ സത്യമായിട്ടുണ്ടോ? ആരോട് പറയാനാ? വീട്ടിൽ ഒരു കാര്യങ്ങളും നോക്കില്ല. വെറുതെ ടെൻഷനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എവിടെങ്കിലും ഓടിപ്പോയാ മതിയെന്നാ തോന്നുന്നു. ജോലിക്കും പോയില്ല. ജോലിയുടെ കാര്യം പറയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്യും. വലിയ ബിസിനസ് ചെയ്യാൻ പോകണത്രേ. എന്നിട്ട് അതൊട്ട് നടക്കുന്നുമില്ല. എനിക്കൊന്നും അറിയില്ല എന്താ ചെയ്യണ്ടേന്ന്. എന്നാ കേട്ടോ, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടിയിട്ടുണ്ട്. നീ ഒന്ന് ഇരിക്കെ, ഞാനൊന്ന് പറയട്ടെ. വല്ല പുതിയ ബിസിനസിന്റെ ഐഡിയ കൊണ്ട് വന്നിരിക്കായിരിക്കല്ലേ? എനിക്കതൊന്നും കേൾക്കണ്ട. ബില്ലുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ഡേറ്റും കഴിയാറായി. അതിനെ കുറിച്ച് വല്ലതും ചിന്തിക്കുന്നുണ്ടോ? അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. അല്ല, എങ്ങോട്ട് പോന്നേ? ഇതൊക്കെ എങ്ങനെ നടക്കും? എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ജോലിയുണ്ട്, എന്നാൽ നല്ല സാലറി ഒരിടത്തും കിട്ടുന്നില്ല. ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്തു നോക്കി. എന്റെ നിർഭാഗ്യം കൊണ്ട് എല്ലാം ഫ്ലോപ്പായി. എന്റെ മകൻ ആവശ്യപ്പെട്ട കളിപ്പാട്ടം പോലും എനിക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ല. പപ്പ ഇത് വാങ്ങിത്താ. വേണ്ട മോനെ, പപ്പ പിന്നെ വാങ്ങിത്തരാം. വാ പോകാം. പാവം ആശ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്കാ മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തേ പറ്റൂ. അതിൽ ഇൻവെസ്റ്റ്മെന്റും കുറവായിരിക്കണം, റിസ്ക്കും കുറഞ്ഞിരിക്കണം. അതിലെനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡവും കിട്ടണം. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ബിസിനസ്സിൽ നിന്നും നഷ്ടമാണ് എനിക്ക് കിട്ടിയത്. ഇപ്പൊ സേവിങ്സും തീർന്നിരിക്കുക. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ചേട്ടാ ഒരു ചായ. എടാ ജോഷ്, എന്തൊക്കെയുണ്ട്? നീ എന്തെങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഹേയ് ഒന്നുമില്ലടാ. എന്താ നിന്റെ വിശേഷങ്ങൾ? സൂട്ടൊക്കെ ഇട്ട് വലിയ ആളായല്ലോ. എനിക്ക് സുഖമാണ്. പക്ഷെ നീ പറയാ, എന്താണ് പ്രശ്നം? ഞാൻ എന്തു പറയാനാടാ, ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് എനിക്ക്. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിനുള്ള സേവിങ്സ് ഇപ്പം എനിക്കില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ല. എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്. നിനക്ക് എന്റെ ഒപ്പം ബിസിനസ്സിൽ ജോയിൻ ചെയ്യാം. ഞാൻ 2 വർഷമായിട്ട് അതാണല്ലോ ചെയ്യുന്നത്. എന്റെ കാര്യങ്ങളെല്ലാം നന്നായി തന്നെ പോകുന്നുണ്ട്. അതുപോലെ എനിക്ക് സേവിങ്സിനും സാധിക്കുന്നുണ്ട്. അതുപോലെ ഭാവിയിൽ ഗ്രോത്തിനുള്ള ചാൻസും കൂടുതലാണ്. നീ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. നിന്റെ ബിസിനസ് എന്താ? അതിൽ നീ എന്താ ചെയ്യുന്നത്? പറഞ്ഞുതരാം, എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്ക. ഇനി നീ ഒരു കാര്യം ചെയ്യണം. അതായത് ലേൺ ആൻഡ് ഏൺ ഗൈഡ് ആപ്പ് ഉണ്ട്. അതിൽ പോയിട്ട് ഗേറ്റ് വേ ടു സക്സസിന്റെ വീഡിയോ കാണണം. പക്ഷെ അത് എവിടുന്ന് കാണും? നിന്റെ ഫോൺ എനിക്ക് തന്നെ. ദേ ഇതാണ് പ്ലേ സ്റ്റോർ. ഇതാണ് ലേൺ ആൻഡ് ഏൺ ഗൈഡ്. അതുപോലെ ഇതാണ് ഗേറ്റ് വേ ടു സക്സസ്. ഇതിലൂടെ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. ബൈ, ടേക്ക് കെയർ. It's already reached a great level of maturity in advanced countries. എടാ, നീ പറഞ്ഞ എല്ലാ വീഡിയോയും ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു എനിക്കിതിൽ സക്സസ് ആവാൻ പറ്റുമെന്ന്. എനിക്ക് നീ പറഞ്ഞതാ എങ്ങനെയാ ഇത് ചെയ്യുന്നതെന്ന്. എത്രയാ എന്റെ ഇൻവെസ്റ്റ്മെന്റ്? പ്രോസസ് എന്താ? സമാധാനിക്കൂ എന്റെ സഹോദര. ശ്രദ്ധിച്ചൊന്ന് കേക്ക്. ഞാൻ നാളെ രാവിലെ നിന്റെ വീട്ടിൽ വരാം. നിനക്ക് ആവശ്യമുള്ള ചോദ്യമെല്ലാം ചോദിക്കാം. നീ വന്നോ? ഞാൻ നിന്നെയാ വെയിറ്റ് ചെയ്തിരുന്നത്. കേറി വാ. ആശ, ചായ എടുക്ക. ഇനി പറയാ. ഇന്നലെ വീഡിയോ കാണാൻ പറഞ്ഞല്ലോ. എന്നിട്ട് നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ ആ വീഡിയോ മുഴുവൻ കണ്ടു. എനിക്കത് മനസ്സിലാവുകയും ചെയ്തു. അതിന്റെ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് വളരെ കുറവാണല്ലോ. അതിൽ സക്സസ് ആവേണ്ട ചാൻസ് എത്രത്തോളം ഉണ്ട്? നോക്കൂ കൂട്ടുകാരാ, ഏത് ബിസിനസ്സിലും ഭാഗ്യത്തെക്കാളും ഉപരി 3 കാര്യങ്ങൾ ഓർമ്മിക്കണം. ആദ്യത്തേത്, ഹാർഡ് വർക്കിന്റെ ഒപ്പം സ്മാർട്ട് വർക്കും വേണം. രണ്ടാമത്തേത്, എപ്പോഴും നമ്മൾ സ്കിൽഫുൾ ആയിരിക്കണം. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, സിസ്റ്റത്തിലും ബിസിനസ്സിലുമുള്ള വിശ്വാസം. അതുപോലെ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അവരുടെ സക്സസ് വളരെ കൂടുതലാണ്. ശരി. എനിക്ക് തോന്നുന്നു നീ ആ ആപ്പ് ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്നല്ലേ?
ഇങ്ങ് തരൂ. ആ. സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ നിനക്ക് നന്നായി ഈ ബിസിനസ്സിൽ മുന്നേറാൻ സാധിക്കും. വെൽക്കം ഓൺ ബോർഡ് മിസ്റ്റർ ജോഷ്. അതൊക്കെ ശരിയാ. ഞാൻ എങ്ങനെ തുടങ്ങേണ്ടെന്ന് നീ ഒന്ന് പറ. ഇങ്ങതാ പറഞ്ഞു തരാം. ഇത് എവിടെ കണ്ടോ? ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷൻ പ്രോഗ്രാം. അതെ. ഓക്കെ. അത് കഴിഞ്ഞ് നീ ഇവിടെയുള്ള ഗൈഡ് ലൈൻസ് കണ്ടോ? എവിടെയാണോ? അതെ. അയ്യോടാ, സംസാരിച്ച് സമയം പോയത് ഞാൻ ഒട്ടും അറിഞ്ഞില്ല. അപ്പൊ ഞാൻ പോവുകയാണ്. എനിക്കിനി ഒരു മീറ്റിംഗ് കൂടെ ഉണ്ട്. നീ ടെൻഷൻ ആവണ്ട. നമ്മുടെ ആപ്പ് ഉണ്ടല്ലോ, നീ സ്റ്റാർട്ട് റൈറ്റ് ഫ്യൂച്ചർ ബ്രൈറ്റ് പ്രോഗ്രാം കണ്ടു നോക്ക്. അതിലൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. पन्नी मक्कल किट्टा पोरदु काणो. तो हमें अभी सीखना होगा कि स्टेप बाय स्टेप क्या करना है. उनका सपना जब अचीव होगा तो आपका भी सपना अचीव हो जाएगा. ओके. थैंक यू सर. വെൽക്കം ഓൺ ബോർഡ്. താങ്ക് യു. മോസ്റ്റ് വെൽക്കം. എടാ, ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ എത്രത്തോളം മുന്നോട്ട് പോകുന്നു അതിനേക്കാളും മുന്നോട്ട് പോകാൻ പറ്റും നിന്റെ നിർദ്ദേശങ്ങൾ കൂടി ഉണ്ടെങ്കിൽ. ഗുഡ്, വെരി ഗുഡ് ജോഷ്. നീ ഒരു കാര്യം ചെയ്യ, ലേൺ ആൻഡ് ഏൺ ഗൈഡ് ഓപ്പൺ ചെയ്യ. ഇവിടെ കുറച്ച് മോഡ്യൂൾസ് ഉണ്ട്. അതിൽ കുറച്ച് ഐക്കോണിക് ലീഡേഴ്സിന്റെ സ്പെഷ്യൽ ഇന്റർവ്യൂസ് ഉണ്ട്. അതുപോലെ ഇവിടെ 7 hours ഓഫ് ഡയറക്റ്റ് സെല്ലിംഗും ഉണ്ട്. അതുപോലെ കുറച്ച് മോഡ്യൂൾസ് നിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഉദാഹരണം 1-on-1 കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്. അതുപോലെ എനിക്ക് തോന്നുന്നത് ഇത് വളരെ നല്ലൊരു അവസരമാണ്, ജോഷിനെ വലിയവനാക്കാനുള്ള അവസരം. അതൊക്കെ ശരിയാ. പക്ഷെ ഇതിന്റെ ഇടയിൽ ടൈമിംഗ് ക്ലാഷ് ഉണ്ടാവും. അതോർത്ത് പേടിക്കണ്ട. ഈ കാണുന്ന മോഡ്യൂൾസും ഇന്റർവ്യൂസും നിനക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏത് ഭാഷയിൽ വേണമെങ്കിലും ഇഷ്ടമുള്ള സമയത്ത് കാണാൻ സാധിക്കും. और मैं बहुत पैशनेट हूँ. ये आपके फ्यूचर के बारे में है. गाड़ी में एक स्टेपनी होता है, वो स्टेपनी समझ के बिजनेस चालू किया, लेकिन आज वो स्टेपनी नहीं है, वही पूरा 4-wheeler बन गया. സത്യ. സ്പോൺസർ പറഞ്ഞ ബിസിനസ് വളരെ എളുപ്പവും ഈസിയുമാണ്. കുറഞ്ഞ സ്റ്റാർട്ടപ്പ് കോസ്റ്റ്, നോ റിസ്ക്, പിന്നെ ഗുഡ് ഏർണിംഗ്സ് ആൻഡ് ലേണിംഗ്സും ഉണ്ട്. ഞാനിതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്റെ സ്വപ്നങ്ങൾ സത്യമാക്കാൻ കഴിയും. ജീവിതത്തിൽ ഒന്നും വളരെ പെട്ടെന്ന് നേടാൻ കഴിയില്ല. എന്ത് നേടിയെടുക്കുന്നതിന് പിന്നിലും കഠിനമായ അധ്വാനം വേണ്ടിവരും. ഇവനിതെവിടെ പോയി? ഹായ് ജോഷ്, ഹൗ ആർ യു? ഫൈൻ. എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ? എടാ, എനിക്ക് തോന്നുന്നത് എന്റെ പ്രോഗ്രസ് വളരെ താന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ടാവണം. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാ പോസിബിൾ ആവുക. നിന്റെ ഈ ബിസിനസ്സിലെ ഇൻവോൾവ്മെന്റ് ഞാൻ നന്നായി കണ്ടതില്ല ജോഷ്. ഈ ചെറിയ സമയം കൊണ്ട് നീ ടീം കോർഡിനേറ്ററായി മാറി. ഇതാണ് ശരിയായ സമയം നിന്റെ വളർച്ച TCയിൽ നിന്ന് STC ആക്കാൻ വേണ്ടി. അതിലൂടെ നിനക്ക് വളരെ വലിയൊരു ഉയർച്ച ഉണ്ടായിരിക്കും തീർച്ച. कला होती है कि उसे काम क्रिएट करना आता है. ഇവിടെ സക്സസ് നന്നായിട്ടുണ്ടാവുന്നുണ്ട്. അതോടൊപ്പം ജോലിയും കൂടി കൂടി വരിക. ഇതൊക്കെ ഒറ്റയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. പുതിയ ട്രെയിനിങ് മോഡൽസ് നോക്കണം, പേഴ്സണൽ ഗ്രോത്തും നോക്കണം, ടീമിനെയും മുന്നോട്ട് നയിക്കണം. അതോടൊപ്പം ഏർണിങ്സും കൂട്ടണം. ഇതിനൊക്കെ കൂടെ നിൽക്കാൻ ഞാൻ ആരെ കൂട്ടുക? എൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആശ, ഇവിടെ ഒന്നിരിക്കോ. എനിക്ക് നിന്നോടൊരു പ്രധാന കാര്യം സംസാരിക്കണം. എന്താ കാര്യം? എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. നീയൊന്ന് ഇരിക്കേ. ഞാൻ ആഗ്രഹിക്കുന്നത് നീയും കൂടി എന്റെ ബിസിനസ്സിൽ ഒപ്പം നിൽക്കണമെന്ന്. നോക്ക്, അപ്പൊ മോന്റെ കാര്യോ? അവന് നോക്കാൻ അമ്മയില്ലേ? അമ്മ എല്ലാം നോക്കിക്കോളും, അല്ലേ അമ്മേ? ആ, ഞാൻ വീട്ടുകാര്യങ്ങൾ നോക്കാം, മോനെ നോക്കിക്കോളാം. സി, ഞാനെങ്ങനെയാ അതെല്ലാം ചെയ്യുന്നത്? നിങ്ങൾക്കറിയാവുന്നല്ലേ ഞാൻ ഷൈ ടൈപ്പ് ആണെന്ന്. വേണ്ട, എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. നീ ഇതൊന്നും ആദ്യം കാണ്, എന്നിട്ട് പറ.
ഇത് നോക്ക്, ലേൺ ആൻഡ് ഏൺ ഗൈഡ്. लेकिन खुद का कुछ करना है, खुद की पहचान, ये एक मेरा बहुत बड़ा शौक था. घर में मम्मी और बेटी मुझे पूरी तरह हेल्प कर रही हैं। मेरा नाम ग्रीष्मा अशोकन, पीवी अशोकन और गीता अशोकन की बड़ी बेटी हूँ। ഇവർക്കെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഐ വിൽ ഓൾസോ ഡു ഇറ്റ്. ചേട്ടാ ഒരു ചായ. ഏയ് ബാലു, എന്തുണ്ട് വിശേഷം? എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എനിക്ക് സുഖമാടാ. നിന്റെ വിശേഷം പറയാം. നല്ല ഡ്രസ്സൊക്കെ ആണല്ലോ ഇട്ടിരിക്കുന്നത്. ഞാൻ നന്നായിരിക്കുന്നു. അതിരിക്കട്ടെ, നീ പറ, എന്താ നിന്റെ പ്രശ്നം? എന്ത് പറയാനാടാ, ഞാൻ ബിസിനസ് തുടങ്ങാൻ കാരണക്കാരനായ സ്പോൺസർ ഉണ്ടല്ലോ, അയാളെ ഇപ്പൊ കാണുന്നില്ല. വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈയും ഇല്ല. ഈ ബിസിനസ്സിൽ ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് അറിയില്ല. ഓ, ഇത്രയുള്ള കാര്യം. നിന്റെ ഫോൺ എടുക്ക്. ഇത് നോക്ക്, ലേൺ ആൻഡ് ഏൺ ഗൈഡ്. ഇതിൽ നിനക്ക് വളരെ കുറഞ്ഞ ചെലവില് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം കിറ്റ് കിട്ടും. ഞാൻ ഇതിലൂടെയാണ് വളർന്നത്. ഉറപ്പായും ഈ സപ്പോർട്ടിംഗ് സിസ്റ്റം നിന്നെയും മുന്നോട്ട് നയിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. Hi Josh, how are you? Fine. You tell me about yourself. I am good. What man? You are so busy right now. Busy? I am enjoying my life as per my time. But you are in North India, I am in South India. How can we meet often for me to get guidance for doing this business? Don't worry, my friend. I have a special toolkit that will teach you the tricks and trends and hand over you every day, every hour, every seconds. There you will get access over 30 programs in your language that will help you to learn the business quickly. Exposure to over 65 masters in their field and a great dose of educational and motivational content. That's great, man. Thank you. I will start this right now. Great. Welcome on board, Mr. Anthony. Thanks, bro. ഹലോ ബാലു. ഹലോ ജോഷ്, എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു. നിന്റെ പോസ്റ്റ് ഞാൻ കണ്ടു. ആഹാ, വലിയ ബിസിനസ്മാൻ ഒക്കെ ആയല്ലോ. എന്താടാ നീ വെറുതെ എന്നെ കളിയാക്കുവാണോ? അല്ലടാ, സത്യം പറഞ്ഞേ. കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി. നീ ആപ്പിലൂടെ ഒരുപാട് പഠിച്ചു. നല്ല ഗ്രോത്തും ഉണ്ടല്ലോ. ഇനി സ്പോൺസേഴ്സിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? താങ്ക് യു ജോഷ്. ഇപ്പൊ എന്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് പോകുന്നത്. ഡിജിറ്റൽ സ്പോൺസറിന്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് കാര്യങ്ങളെല്ലാം എളുപ്പമാണ്. യു ആർ വെൽക്കം. Keep growing, huh? Okay, talk to you later. ശരിയടാ. ഹായ് ജോഷ്, നീ ഇതെവിടെയാ? ഞാൻ വേറെ എവിടെ പോവാനാ? വീട്ടിൽ തന്നെ ഉണ്ട്. കുറച്ച് ജോലി ചെയ്തോണ്ടിരിക്കാം. ആഹാ, ഒരു കാര്യം ചെയ്യ. സീനിയർ മാനേജർ വന്നിട്ടുണ്ട്, നീ വേഗം ഓഫീസിലോട്ട് വാ. കുറച്ചു നേരം അദ്ദേഹം അവിടെ കാണും. നീ എന്തായാലും അദ്ദേഹത്തെ പരിചയപ്പെടണം. ആ ഒരു എക്സ്പീരിയൻസ് നിന്നെ തീർച്ചയായും സഹായിക്കും. കമ്പനിയുടെ സീനിയർ മാനേജറാണോ കാണാൻ പോകുന്നത്? ഞാനിപ്പോ വരാം. ഹായ് ജോഷ്, ഇതാണ് നമ്മുടെ കമ്പനിയുടെ സീനിയർ മാനേജർ. ഹലോ സർ. ഹലോ. സാറിനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിന്. നിങ്ങളുടെ പ്രോഗ്രസിനെ പറ്റിയായിരുന്നു ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആന്റണിയുടെ പ്രോഗ്രസും വളരെ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ. ഇതേ സ്പീഡിൽ പോവുകയാണെങ്കിൽ ആന്റണി നിങ്ങളെ ഓവർടേക്ക് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സ്പീഡായി പോകണം. നല്ല എഫേർട്ടും തീർച്ചയായും നിങ്ങൾ എടുക്കണം. താങ്ക്സ് സർ. എനിക്കതറിയാൻ വളരെ ആഗ്രഹമുണ്ട്. മനസ്സിലാക്കുകയും വേണം ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന്, പിന്നെ എങ്ങനെയാണ് സ്വയം എക്സ്പേർട്ട് ആവുക എന്നുള്ളത്, സോ ദാറ്റ് ഐ ക്യാൻ ബി ഹൈലി സക്സസ്ഫുൾ. ജോഷ്, എനിക്ക് തോന്നുന്നു നിങ്ങളൊരു 2-3 മോഡ്യൂൾസ് ലേൺ ആൻഡ് ഏൺ ഗൈഡിൽ കാണേണ്ടതുണ്ട്.
ഇൻസ്പയറിംഗ് ലെജൻഡ്സ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് NLP. ഇതെല്ലാം നിങ്ങളെ ഈ ബിസിനസ്സിൽ വളരാൻ ഒരുപാട് സഹായിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു വെരി മച്ച് സർ. ഞാൻ ഉറപ്പായും കാണും. इसीलिए मैं दर्शकों को ये कहूंगा, मीटिंग ट्रेनिंग बहुत इंपॉर्टेंट पार्ट है. वो 10% को आप पहले स्टार्ट करो, फर्स्ट 10% को स्टार्ट करो और उसको कंटिन्यूअस मेंटेन करो फ्रॉम STC लेवल, फ्रॉम RTC लेवल. सक्सेस इज अ वेरी सिंपल थिंग. आई थिंक हम सबको सक्सेस हमारे लिए इम्पोर्टेंट है. न्यूरो लिंग्विस्टिक प्रोग्रामिंग को अगर आप 3 हिस्सों में डिवाइड करें, ഇതാ മോനെ നിന്റെ ഫേവറേറ്റ് ടെഡി ബിയർ. ഇപ്പോ സ്വപ്നമെല്ലാം സഫലമായോ? അപ്പൊ നിങ്ങളും കാണും ഒരു സുന്ദരമായ സ്വപ്നം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വിജയകരമായൊരു ബിസിനസ് ഫാമിലി? അപ്പോ ഈ ലേൺ ആൻഡ് ഏൺ ഗൈഡ് എന്താണ്? ഈ ഒരു സിസ്റ്റം 24/7 365 ഡേയ്സ് അവൈലബിൾ ആണ്. ഇവിടെ ജോഷിനെ പോലുള്ള ഒരു സാധാരണ വ്യക്തിക്ക് തന്റെ കഠിനമായ പ്രയത്നത്തിലൂടെ ഉന്നതിയിലെത്താൻ സാധിച്ചിരിക്കുകയാണ്. അയാൾ ഒരു ഓൺട്രപ്രണറിൽ നിന്നും ഒരു പ്രൊഫഷണൽ ഓൺട്രപ്രണറായി മാറിയിരിക്കുകയാണ്. ഇൻട്രൊഡ്യൂസിംഗ് മൈ ഡിജി വേൾഡ്. ഇത് നമ്മുടെ ലോകമാണ്.